പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ CPM-ന്റെ മുൻ MLA കൂടിയായിട്ടുള്ള PK ശശി അടക്കം പാർട്ടിയോട് അകന്നു കഴിയും. അത്തരം ആളുകളെ BJP സ്വാഗതം ചെയ്യുന്നുണ്ട്. അവർ വരികയാണെങ്കിൽ സ്വാഗതം ചെയ്യും. അതിലിപ്പോൾ PK ശശി BJPക്ക് വരും. ഞങ്ങൾക്ക് ആരോടും അയത്തില്ലല്ലോ. അവരൊക്കെ BJPക്ക് വരുമെന്ന് അയാൾ പറഞ്ഞ് CPM-ന്ന് രാജിവെച്ചാൽ നമുക്ക് നോക്കാം. PK ശശി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പീഡകൻ എന്നുള്ള രീതിയിലൊക്കെയാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കുഴപ്പമില്ല, ഒരാണെങ്കിൽ കുഴപ്പമില്ല. അതൊക്കെയാണ് സംസ്ഥാന അധ്യക്ഷനും ജില്ലാ കമ്മിറ്റിയൊക്കെ കൂടി നിശ്ചയിക്കേണ്ടതാണ്. അയാൾ വരുമെന്ന് നമ്മൾ ഞാൻ ചർച്ച നടത്താൻ ഞാനല്ല ജില്ലാ പ്രസിഡന്റിലേക്ക്. അയാൾ വരുമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ സംസ്ഥാന അധ്യക്ഷനോ ജില്ലാ അധ്യക്ഷനോ പറഞ്ഞ് വിളിക്കാം. അയാൾ വരുമെന്ന് തയ്യാറായാൽ ശശി നിങ്ങളെ വിളിച്ചാൽ എന്നെ വിളിച്ച് പറയണം BJPക്ക് വരാമെന്ന് ഞാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ എന്താ വ്യത്യാസം. അയാൾ കേസിൽപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കേസ് തീരുമാനം വന്നിട്ടില്ലല്ലോ, കേസിൻ്റെ വിധി വന്നിട്ടില്ലല്ലോ. വിധി വരുമ്പോഴല്ലോ പ്രതിയാവില്ലോ, അതുവരെ ആരും പ്രതിയാവില്ലല്ലോ. സ്ഥാനാർത്ഥിത്വം വഹിച്ചിട്ട് ഇവിടെ ആളുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് നിങ്ങൾ പറയും, അയാൾ പറയട്ടെ, നിങ്ങൾ കൊടുക്കുക ചോദിച്ചാൽ ഞാനെല്ലാം കൊടുക്കേണ്ട ആള്. അയാൾ പറയട്ടെ. അയാൾ കോടതി വിധി വന്ന് അയാൾ കുറ്റക്കാരനാണ് കഴിഞ്ഞാൽ അപ്പോഴാണ് ഒരാൾ കുറ്റം പാടുള്ളൂ. അത് കോടതി വിധി വരാതെ ഒരാൾ കുറ്റക്കാരനാണ് നിങ്ങൾ പാർട്ടി കോടതിയാണ് അന്ന് അന്വേഷിച്ചത്. കണ്ടെത്തി അവർ പാർട്ടി തന്നെ നിർത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആ പാർട്ടി നിൽക്കുമ്പോൾ രാജിവെച്ച് വരികയാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ, അല്ലേ? പാർട്ടി കോടതി വിധിച്ചു. അങ്ങനെ വിധിക്കണമെങ്കിൽ എല്ലാ സഖാക്കളും പുറത്തു കൊണ്ടുവരും. PK ശശിയുടെ കാര്യം ചെയ്യാത്ത ഏതെങ്കിലും സഖാക്കളുണ്ടോ? അതൊന്നും കാര്യമില്ല. അതൊക്കെ അവരുടെ പാർട്ടി ആഭ്യന്തര കാര്യം. PK ശശി ഇപ്പോൾ CPM-ആണ്. CPM-ന്ന് രാജിവെച്ചിട്ടില്ല. മറ്റേ ബോർഡാണ് രാജിവെച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ, ജില്ലാ ടീം ഇവരൊക്കെ പറഞ്ഞ് ഷൊർണൂർ മണ്ഡലം ടീമൊക്കെ അന്വേഷിച്ചിട്ട് അത് ചെയ്യാൻ പറ്റുമോ? അല്ല, ഷൊർണൂർ പഞ്ചായത്ത് ഒറ്റപ്പാലം മണ്ഡലം, ഷൊർണൂർ മണ്ഡലത്തിൽ ഒറ്റപ്പാലം ഞാൻ BJP സ്ഥാനാർത്ഥി ആരാകണമെന്ന് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ അനൗൺസ് ചെയ്താൽ ശോഭയ്ക്ക് പ്രശാന്ത് ശിവനായാലും ആരായാലും നിങ്ങളിൽ ആരെങ്കിലും ഒരാളായാലും കുഴപ്പമില്ല. തങ്ങളോട് ആവശ്യപ്പെട്ട ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അവിടെ പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ എന്തുകൊണ്ടും ചെയ്യും. എല്ലാവരും അവർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സൗകര്യം. മുക്കും മൂലയും ഏകദേശം 50% വോട്ടർമാരെയും നേരിട്ടറിയും പാലക്കാട് നഗരത്തിൽ. ഇത് പാർട്ടിക്ക് വേണ്ടി ഉപകരിക്കും. ആര് വന്നാലും 24 മണിക്കൂറും ഇനി എൻ്റെ ജോലിയൊക്കെ മാറ്റിവെച്ച് അവർക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കും.